എന്താ ഇവിടെ വേറെ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ സമയമായില്ലേ? പോവാം. പിന്നെ കാണാം. ശരി ഞങ്ങളെ. അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചത്? അച്ഛനെന്താ സെക്യൂരിറ്റിക്കാരനോട് സംസാരിച്ചതെന്ന്? പലതും സംസാരിക്കും. അത് നിന്റെ അടുത്ത് പറയണോ? നമ്മുടെ കുടുംബത്തിനകത്തുള്ള എന്തേലും കാര്യം അയാളോട് സംസാരിച്ചെന്നാണ് ചോദിച്ചത്. നീ ആരാണ് എന്നെ ചോദിക്കാൻ? നിന്റെ അമ്മ വീട്ടുകൊണ്ടാണ് നിന്നെ കൊല്ലാതെ വിടുന്നത്, മനസ്സിലായ? അച്ഛനാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്, മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതായിരുന്നു. അമ്മേ, അമ്മേ, നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ അമ്മേ? ഒരു ബ്ലഡ് അല്ലേ അമ്മേ? ഇപ്പൊ എന്താ ഉണ്ടായേ? ഈ മനുഷ്യനുണ്ടല്ലോ, നിങ്ങളുടെ കെട്ടിയവൻ, നമ്മുടെ കുടുംബത്തിനകത്തുള്ള സകല കാര്യങ്ങളും താഴത്തെ ആ സെക്യൂരിറ്റിയോട് വിളമ്പിയിരിക്കുന്നു. ഇതെന്ത് പറ്റി നിങ്ങൾക്ക്? ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ? എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഏത് കുടുംബത്തിലാണ് നടക്കുന്നത്? നിങ്ങൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞോ ഇല്ലയോ? ഇനിയിപ്പോ ഇതൊക്കെ അവന് പറഞ്ഞിട്ട് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി സുഖം അറിയും, സുഖം അറിഞ്ഞാൽ കെയർ ടേക്കർ അറിയും, കെയർ ടേക്കർ അറിഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് അറിയും, പ്രസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഹോൾ ഫാമിലി അറിയും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാ തുറന്ന് പറ. ആൾക്കാരുടെ പറഞ്ഞ് അഹകരിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? പിന്നെന്തിനാ സെക്യൂരിറ്റി എന്റെ മുഖത്ത് നോക്കി ഒരു പ്രത്യേക തരം ചിരി ചിരിച്ചത്? നീ തന്നെ പോയി അയാളോട് ചോദിച്ചു നോക്ക്. അയാളെ മുഖത്തെ ചിരിയുടെ അർത്ഥം നോക്കലല്ല എന്റെ പണി. എന്ത് പണിയാ നിങ്ങൾ കാണിച്ചു വെച്ചത്? രാമേട്ടാ, സാറേ, ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. എന്നാ ഇങ്ങ് വായോ, ഇവിടുന്ന് കഴിക്കാം. ആണോ? ആരും കഴിച്ചിട്ടില്ല. ഓക്കെ, വെറൈറ്റി ഫുഡ് ഉണ്ട്. ഫീലുടെ മതി, പെട്ടെന്ന് തീരും. എനിക്കെൻ്റെ ഈ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തറിയുന്ന ഇഷ്ടമല്ല. രാമേട്ടൻ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിക്കട്ടെ. പിന്നെ അച്ഛൻ അയാളോട് പറഞ്ഞത് പുറത്താരും അറിയില്ലല്ലോ, അതോടെ തീരുമല്ലോ. ഞാൻ അയാളടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അതെനിക്ക് വിശ്വാസമല്ല. അങ്ങോട്ടിരുന്നേ. അങ്കിളെ. സാറേ, സാറിതൊന്ന് കാലിൽ പെരട്ടി നോക്ക്. മുറിവ് കൂട്ടിയാ ബെസ്റ്റാ. അല്ലാണ്ട് ഇതിനൊക്കെ എന്തും പറഞ്ഞ ആശുപത്രി പോണേ. എന്നാ ഫിഷ് മോളിയാ സാറേ. എനിക്ക് തോന്നുന്നു സാറിന്റെ കാലിൽ കടിച്ച തുരപ്പനാന്നാ. എലിശല്യം കൂടുതലാണ്. ഈ വേസ്റ്റൊക്കെ കുന്നുകൂടി കിടക്കുകയാണല്ലോ സാർ. അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യും, രാത്രി നടക്കാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചോണം, അതേ കടി ഇനി കിട്ടും. തുറന്നപ്പോ കൈ തട്ടിയതാമേ. ഞാനിത് വൃത്തിയാക്കാം. അങ്കിളിരിക്കും, ഇനി ഇത് എടുക്കണ്ട. ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഫിഷ് മോളിയല്ലേ, മോളിൽ നിന്ന് എടുത്തോ, ഞാൻ കഴിച്ചോളാം.